അങ്ങനെ ഏകദേശം 11 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കേപ്പാക്ക് എന്ന് പറയുന്ന സ്ഥലത്തിലെ ലൗസിലേക്ക് എത്തിയേക്കുക. ഇവിടുന്ന് ഏകദേശം 35 കിലോമീറ്ററും കൂടെയാണ് നമുക്ക് സാർണിയ ബോർഡറിലേക്കുള്ളത്. നമ്മളിന്ന് രാവിലെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടാണ് ബ്രേക്ക് എടുത്തിട്ടുമില്ല. അപ്പം 3-3:15 കൂടി നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് 50 മിനിറ്റും കൂടെ ഡ്രൈവിംഗ് ടൈമുള്ളൂ. അപ്പം നമുക്ക് 1/2 മണിക്കൂർ ബ്രേക്ക് ഇട്ടിട്ട് നേരെ ബോർഡറിലേക്ക് പോവാം. നിങ്ങൾ ആ കിടക്കണം പീറ്റർബിൽറ്റ് കണ്ടോ? അത് മറ്റേ RV കൺവെൻഷനുള്ളതാണ്. അതായത് വലിയ സ്ലീപ്പറുള്ള വലിയ ക്യാബിനുള്ള മിക്കവാറും ബെഡ്റൂമും ഡൈനിങ് റൂമും വാഷ്റൂമും എല്ലാ സൗകര്യങ്ങളും ഉള്ള കാരവാൻ പോലത്തെ ഒരു പീറ്റർബിൽറ്റ്. വീണ്ടും മറ്റൊരു ലൗസിലാണ് നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നത്. നമ്മളെപ്പോഴും ലൗസിൽ നിർത്തണേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൗസിൽ നിന്നാണ് നമ്മൾ ഫ്യൂൽ അടിക്കുന്നത്. അപ്പം നമ്മുടെ ലോയൽറ്റി കാർഡും പോയിന്റ്സും എല്ലാം ലൗസിൽ നിന്നാണ്. എന്നല്ല, ലൗസ് എല്ലാം നല്ല ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ട്രക്ക് സ്റ്റോപ്പാണ്. അപ്പോൾ കാപ്പി എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടൊന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും ഒരു സന്തോഷം ന്യൂസ് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്നുള്ളത് ഓൾറെഡി നമുക്ക് ഡീറ്റെയിൽ വന്നു. നല്ലൊരു കിഡിലെ സ്പോട്ടിലേക്കാണ് കേട്ടോ. പക്ഷേ അതൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ തൽക്കാലത്തേക്ക് വെക്കുവാണ്. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ യാടെത്തും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലോഡ് അവിടെ ഇട്ടിട്ട് അടുത്ത ലോഡ് എടുത്ത് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ആ ട്രെയിലർ മാറ്റി ഹുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങളോട് പറയാം. പക്ഷെ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കിടില സ്ഥലത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ആ സർപ്രൈസ് എനിക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. തന്നെയല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. എന്നാലും അത് എങ്ങോട്ടായിരിക്കും എന്നുള്ളത്. നമ്മളെന്തിനാ അങ്ങനെ ഒരു സർപ്രൈസ് ഇരുന്നു? നമ്മൾ പോകാൻ പോകുന്നത് ഫ്ലോറിഡയിലേക്കാണ്. ഫ്ലോറിഡ മയാമി ബീച്ചിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ അടുത്ത ഡെലിവറി. നേരെ ഈ ട്രെയിലർ കൊണ്ടിട്ട് അടുത്ത് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ബ്രേക്കെല്ലാം കഴിഞ്ഞ് നേരെ ബോർഡറിലേക്ക് പോവാം കേട്ടോ. ബായ്, അടുത്ത ട്രിപ്പ് വന്നു ഫ്ലോറിഡ അല്ലേ? മയാമി. നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ? ഉറക്കം എണീറ്റ് വന്നോണ്ടാ. ഉള്ളിലുണ്ട്. നിങ്ങൾ അതിന് മുമ്പ് പോയിട്ടുണ്ടോ ഫ്ലോറിഡ? ഞങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങൾ വാട്ടർമെലൺ എടുക്കാൻ പോകണം. ആരും വാട്ടർമെലൺ എടുക്കാൻ വേണ്ടി മറ്റേ ജാക്സൺ വില്ലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുന്നത് ഹയാലിയ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പോയിട്ടുണ്ടോ? മയാമി ബീച്ചിന്റെ ഒക്കെ അടുത്ത് പോയിട്ടില്ല അല്ലേ? ഫ്ലോറിഡ പോയിക്കുന്ന ഒത്തിരി കാലം മുമ്പാട്ടോ. ആണോ? കുറെ കാലം, ഒരു 3 വർഷമായിട്ടും കുറഞ്ഞായിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ അങ്ങോട്ട് പോയപ്പോ പറഞ്ഞോളൂ ഫ്ലോറിഡയ്ക്ക് വ്ലോഗ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. വെറുതെ പറഞ്ഞതാ. അപ്പം നമുക്ക് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്നുള്ള രീതിയിൽ ഏട്ടാ, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഒരു കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ആ ട്രക്ക് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ആ കാറുടെ കൂടെ പോവുകയല്ല. പക്ഷെ നമ്മൾ തന്നെ ചെയ്തേ, നമ്മൾ പയ്യെ അതിനെ നിർത്തി കൊടുത്തിട്ട് അവർക്ക് കൈ കാണിച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട്. എല്ലാവരും ഇത് കാണിക്കണമെന്നില്ല. എന്നാലും ഒരുമാതിരിപ്പെട്ട നമ്മുടെ നാട്ടിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡ്രൈവിംഗിന്റെ ഡിസിപ്ലിൻസ് ഇവിടെ 90% ആൾക്കാർ ഇവിടെ കാണിക്കും. ആ 10% ആ ഒരു മര്യാദ കാണിക്കുകയില്ല. അപ്പം നമ്മളും കൈപൊക്കി കാണിച്ചു. അതിനൊരു താങ്ക്സ് ആയിട്ട് ആ ഡ്രൈവറും കൈപൊക്കി കാണിച്ച് ട്രാഫിക് ഫ്ലോ ആയി. അതേസമയം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ആ കാർ അവിടെ കിടക്കും, അപ്പുറം ബ്ലോക്ക് ആവും. നമ്മൾ ഒരു ഇച്ചിരി ചെറിയ പേഷ്യൻസും ക്ഷമയൊക്കെ നമ്മൾ റോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ റോഡൊക്കെ അടിപൊളിയാവും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ലോഡ് റെഡി അല്ലേ? നമുക്ക് ജസ്റ്റ് ഹുക്ക് ചെയ്ത് പോന്നാൽ പോരെ എന്നാണ് പറഞ്ഞത്. ഓക്കെ. ലോഗ് അവിടെ നിന്ന് മാറ്റണം പറയുന്നേ. നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് ചെയ്യാം കേട്ടോ. ഇപ്പൊ 12 മണി ആയതുള്ളൂ. അപ്പൊ മാറ്റാം. അപ്പൊ സുഖമായിട്ട് നമുക്ക് യാടെത്താം. അവിടെ 13 hours കിട്ടൂലോ. യാടിന്ന് മറ്റേ പ്രീ ട്രിപ്പിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇട്ടിട്ട് 15 മിനിറ്റ് ഇടണ്ടേ? അതെ.
ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് പോരാ. മഴ തുടങ്ങിയില്ലോ പോയി. മഴ തുടങ്ങി ബോർഡർ എത്തുമ്പോഴത്തേക്കും നല്ല കനത്ത മഴ തുടങ്ങി. ആടി ചെല്ലുമ്പോൾ മഴയായിരിക്കും പോയി. പക്ഷേ ഇതൊരു മര്യാദയുള്ള മഴയാണോ? ആ, മഴ പെയ്ത ഇങ്ങനെ പെയ്യണം. അതെ അല്ലേ? മര്യാദയ്ക്ക് മഴ പെയ്ത് വണ്ടിയൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആയി പെട്ടെന്നൊരു വരവുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ മറ്റേ പൊടി എറിയുന്ന പോലെ ഇങ്ങനെ ഒരു വൃത്തിയുടെ സാധനം ഇങ്ങനെ നിൽക്കും. 3 മണി വരെ കാണിക്കുന്നുണ്ട്. 3 മണി വരെ മഴയുണ്ടല്ലേ ബോൾട്ടൺ സൈഡൊക്കെ. ബോൾട്ടൺ. ഓ, അങ്ങനെ നമ്മള് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ബോർഡറിൽ ദൈവാനുഗ്രഹവും ലൈനപ്പ് ഉണ്ട്. ഞാനിങ്ങനെ ടോളിലും ലൈനപ്പ് ഇല്ലാണ്ടിരുന്നുകൊണ്ട് അധികം ഇല്ല, രക്ഷപ്പെട്ടു എന്ന് ഓർത്തിരിക്കുക. എന്നാലും സാധാരണ ഉണ്ടാകാത്രേനും ഇല്ല, ചെറിയൊരു ലൈനപ്പ് ഉള്ളൂ. നമ്മള് വലിയ തിരക്കില്ല കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നാലും എല്ലാം ഫാസ്റ്റ് മൂവിങ് ആണ്. പ്ലാസ്റ്റിക് ഗ്രാനുൾസ് അല്ലേ ബൈ? പ്ലാസ്റ്റിക് ഗ്രാനുൾസ്. ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതേണ്ട ഏസ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കോപ്പി നമ്മുടെ കമ്പനിയിലേക്ക് നമുക്ക് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ജോമറ്റോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബോർഡർ കടന്നു അല്ല പ്രോപ്പറായിട്ട് നമ്മൾ ആ ലോഡും കൊണ്ട് കടന്നു എന്നുള്ളതിൻ്റെ പ്രൂഫായി ഏസ് മാനിഫെസ്റ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി ലണ്ടൻ ഒൻറ്റാറിയോ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 402 എന്ന് പറയുന്ന ഈ ഒരു ഹൈവേ ഉണ്ടല്ലോ, ഇത് ഇപ്പം തന്നെ മെർജ് ചെയ്യുന്നതോടുകൂടി 401 എന്ന് പറയുന്ന മേജർ ഹൈവേയിലേക്ക്, ഇതും മേജർ തന്നെ പക്ഷേ അങ്ങ് ക്യൂബക്കൊക്കെ വരെ പോകുന്ന ഒരു വലിയ ഹൈവേ ആയി 401. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റിൽ കാണുന്ന ആ ഒരു വലിയ ഹൈവേ ഉണ്ടല്ലോ, അതിലേക്ക് മെർജ് ചെയ്യുക. ശരിക്കും ഈ ലണ്ടൻ തൊട്ട് സാർണിയ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഏകദേശം 100-110 കിലോമീറ്റർ ഉള്ള ഒരു ചെറിയ ഹൈവേ ആണ് ഈ 402. ഇതാണ് 401. 401 ശരിക്കും നമ്മുടെ ഡിട്രോയിറ്റ് ഇല്ലേ, വിൻസർ ഡിട്രോയിറ്റ് തൊട്ട് അങ്ങ് ക്യൂബക്ക് മോൺട്രിയോൾ വരെ പോകുന്ന ഒരു വലിയ ഹൈവേ ആണ്. നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള പോലെ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഹൈവേ, നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഹൈവേ ആണ് ഈ 401. നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ മഴയാട്ടോ. നമ്മൾ ലണ്ടൻ എത്തുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ യാർഡ് വരെ ഇന്ന് ഒൻറ്റാറിയോ ഫുള്ള് മഴയായിരിക്കും. നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. വേറൊന്നുമല്ല, മഴ കാരണം എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഈ റൈറ്റ് സൈഡിൽ ഒരു ഹാർലി ഡേവിഡ്സൺ കണ്ടോ, റോക്കീസ് ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്നത്. ആ ഹാർലി ഡേവിഡ്സണിൽ നിന്നാണ് നമ്മുടെ റോഡ് കിങ് നമ്മൾ മേടിച്ചത്, റോക്കീസ് ഹാർലി ഡേവിഡ്സൺ. അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കസ്റ്റം ബൈക്കുകളായിരുന്നു ഇഷ്ടം കേട്ടോ. അപ്പം വണ്ടി മേടിച്ചിട്ട് പണിയുക എന്ന് പറഞ്ഞാൽ അതിനൊത്തിരി നമ്മുടെ മേടിക്കുന്ന പാർട്സ് എല്ലാം വേസ്റ്റ് ആകുമല്ലോ. കാരണം അതെല്ലാം മാറ്റിയിട്ടുള്ള വണ്ടി വേണമെന്നായിരുന്നു എനിക്ക്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചോളോ സ്റ്റൈല്, മെക്സിക്കൻ സ്റ്റൈല്, ലോ റൈഡർ സ്റ്റൈല് വണ്ടി വേണമെന്നുള്ളതായിരുന്നു മനസ്സിലെ ആഗ്രഹം. അങ്ങനെ നോക്കി 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 ഏകദേശം 3-4-5 മാസം കണ്ടിന്യൂസ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ നോക്കിയിരുന്ന പോലെ അമേരിക്കയിൽ നിന്ന് കസ്റ്റം ചെയ്ത ഒരു വണ്ടി അവർ ഈ റോക്കീസ് ഹാർലി ഡേവിഡ്സൺ വഴി യൂസ്ഡ് വണ്ടി സെയിൽ ചെയ്യാൻ വന്നു. കറക്റ്റ് നമ്മൾ നോക്കിയിരുന്ന സാധനം. അങ്ങനെയാണ് നമ്മൾ നേരെ ഓട്ടോ ട്രേഡർ എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ അത് കാണുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും വന്ന് എടുക്കുകയും ചെയ്തത്.
ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മൊത്തം പിടുത്താന്ന്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഇഷ്ടംപോലെ പുൾ ഓവറുകളാണ്. പോലീസ് വണ്ടി വന്ന എല്ലാ ട്രക്കുകളും പുൾ ഓവർ ചെയ്ത് എല്ലാവിധ ചെക്കിങ്ങുകളും ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം അനുഗ്രഹിച്ച് സോ ഫാർ സോ ഗുഡ്, നമ്മൾ സേഫാണ്. ഇൻസ്പെക്ഷൻ അവർ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. അവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് പിടിച്ചിട്ട് നമ്മളോട് പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല, ഒരു ജസ്റ്റ് വാണിംഗ് ഒന്ന് വിട്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് വാണിംഗ് വരും. നമ്മൾ പിടിച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് വാണിംഗ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഡേഞ്ചറാണ്. ഒരു വാണിങ്ങോടെ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു, അത് വയലേഷനിൽ കൂട്ടും. വിൻ്റർ ആണെങ്കിൽ നിറയെ സ്നോയും ബ്ലാക്ക് ഐസും കാരണം റോഡ് ഡിലേ ആവും. സമ്മർ ആണെന്നുണ്ടെങ്കിൽ റോഡിലെല്ലാം നിറയെ കൺസ്ട്രക്ഷനും. അതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ നോക്കി പറഞ്ഞ പോലെ നിറയെ ലൈൻ ക്ലോഷേഴ്സും കൺസ്ട്രക്ഷനും എല്ലാം കാരണം നല്ല സ്പീഡ് കുറവാണ്. ഇന്നിപ്പോൾ ദൈവാനുഗ്രഹിച്ചത് വലിയ തിരക്കില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പയ്യെ പയ്യെ ഉരുണ്ടു പോകണ തിരക്കായിരിക്കും. അങ്ങനെ വന്നുവെന്ന് നമ്മൾ പറഞ്ഞ 401 ഹൈവേയുടെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള GTA ഏരിയ, അതായത് ടൊറൻറ്റോയുടെ അങ്ങേയറ്റവും ഇങ്ങേറ്റമാണുള്ളത്. ടൊറൻറ്റോ അടക്കുക എന്നുള്ളതാണ് 401-ൻ്റെ ഏറ്റവും വലിയ ശ്രമകരമായ പരിപാടി. അപ്പം ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തേണ്ട മിൽട്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളത്. മിൽട്ടൺ കഴിയുന്നതോടുകൂടി പിന്നെ മിസിസാഗയായി, ബ്രാംപ്ടണായി, പിന്നീട് ബോൾട്ടനായി. പിന്നെ ഈ 401-ൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ കണ്ടോ, എക്സ്പ്രസ് ആൻഡ് കളക്ടേഴ്സ് എന്ന രീതിയിൽ ഇതിനൊരു ഡീവിയേഷനുണ്ട്. ഈ ഒരു ഏരിയയിൽ GTA ഏരിയയിൽ എവിടെയെങ്കിലൊക്കെ എക്സിറ്റ് എടുക്കേണ്ട വണ്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇപ്പോൾ തേണ്ട എക്സ്പ്രസ് ലൈനുകളിൽ നിൽക്കാം, കളക്ടേഴ്സിൽ നിൽക്കാം. അതേസമയം നമുക്ക് ഇവിടെ ഒന്നും നിർത്തണ്ട, കണ്ടിന്യൂസ് പോകാനുള്ളവരാ അങ്ങ് മോൺട്രിയലിനോ അല്ലെങ്കിൽ അങ്ങ് ദൂരെ കിങ്സ്റ്റൺ എന്നൊക്കെ പറയുന്ന 100-300 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ എക്സിറ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള നല്ല ദൂരത്തേക്ക് പോകാനുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കളക്ടേഴ്സിൽ നിൽക്കേണ്ട കാര്യമില്ല, ഇപ്പുറത്തെ എക്സ്പ്രസ്സിൽ നിൽക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഡീവിയേഷൻ വരുമ്പോൾ ഈ എക്സ്പ്രസും കളക്ടേഴ്സും തമ്മിൽ ഈ നടുക്ക് വലിയൊരു മീഡിയം വെച്ച് ഡീവിയേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങ് ദൂരെ പോകാനുള്ള വണ്ടികൾക്ക് പോവുകയും ചെയ്യാം. അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിറ്റ് എടുക്കാനുള്ള വണ്ടികളെല്ലാം കൂടെ പയ്യെ പയ്യെ പോയി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ല, മനസ്സിലായി. കാരണം എക്സിറ്റ് നോക്കി പയ്യെ പോകുന്ന വണ്ടികളുണ്ടല്ലോ, അപ്പോൾ അവരെ നോക്കാതെ ഈ എക്സ്പ്രസ്സിൽ പോകുന്നവർക്ക് അങ്ങ് പോവാം. ഇത് എക്സ്പ്രസ്, അത് കളക്ടേഴ്സ്, അതിൻ്റെ നടുക്ക് ഉണ്ടാവും നമുക്കൊരു വലിയ ഡീവിയേഷൻ വരുന്നത്. പിന്നെ വേറെ ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പ്രസ്സിൽ പോകുമ്പോൾ ഈ റൈറ്റ് ലൈൻ മാത്രമേ നമ്മൾ ട്രക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ പോണാൻ വയലേഷനാണ്, അത് നോ ട്രക്ക് റൂട്ടാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേണ്ടപ്പോൾ ഈ പോണ കാറുകൾക്കൊക്കെ ഇതേണ്ട 90-95 കിലോമീറ്റർ സ്പീഡിലാണ് റൈറ്റ് നോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാർ 105-110 വരെ പോകാൻ വേണ്ടിയിട്ട് ലീഗനാണ്. 120 താഴെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റും കിട്ടിയല്ല. പക്ഷേ ഇവന്മാർ ഇതേണ്ട ഇങ്ങനെ പയ്യെ പോകുമ്പോൾ നമ്മളെ പോലുള്ള ട്രക്കുകൾ തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെ 90 പോയാൽ മതി, ഇത്രയും വലിയ ഹൈവേ കിട്ടിയിട്ട് 110 വരെ പോവാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒൻറ്റാറിയോ പ്രോവിൻസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് വയലേഷൻസ് നടക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ഈ GTA ഏരിയ. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ പോപ്പുലേഷൻ ഏറ്റവും ഹൈ ആയിരിക്കും. അതുകൂടാതെ കാനഡയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസ് ഉള്ള 2 സിറ്റിയാണ് വാൻകൂവറും ടൊറൻറ്റോയും. അപ്പം ഈ പല ഇമിഗ്രൻസ് ആയതുകൊണ്ട് പല കൺട്രികളിലെ ഈ ഒരു ഡ്രൈവിംഗ് കൾച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടോടുകൂടി വരുന്നവരായിരിക്കുമല്ലോ എല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർ പലർക്കും ലൈസൻസിൻ്റെ ടെസ്റ്റൊക്കെ എഴുതി പാസ്സാകുന്നുണ്ടെങ്കിലും നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും എല്ലാവർക്കും എല്ലാം ഒന്നും അറിയാവുന്നില്ല. പിന്നെ എന്നാന്നൊക്കെ പുതിയതായിട്ട് പഠിപ്പിച്ചു വിട്ടാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ഹാബിറ്റ്സൊക്കെ മറന്നു പോകാൻ ഉള്ള സാധ്യത കുറവായിരിക്കുമല്ലോ, മനസ്സിലായി. പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ ഡ്രൈവിംഗ് അല്ല പേഴ്സണൽ ഡ്രൈവിംഗ് ആണ് എന്നുണ്ടെങ്കിൽ. കാരണം വല്ലപ്പോഴും ഡ്രൈവ് ചെയ്യുന്നവരായിരിക്കും, അല്ല വല്ലപ്പോഴും ഹൈവേ കയറുന്നവരായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതെല്ലാം ഈ ബാഡ് ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഏറ്റവും കൂടുതൽ ഇവിടെ വരാനുള്ളൊരു കാരണമാണ്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള പോർഷൻ വരാൻ പോണത്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻ. നമ്മൾ നോക്കിക്കോണേ, നമ്മളിപ്പോൾ പോകുന്ന 401-ൽ നിന്ന് നമ്മൾ 427 എന്ന് പറയുന്ന ഹൈവേയിലേക്ക് മെർജ് ചെയ്യാൻ പോവാം. 427 കയറിയിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടൊറൻറ്റോ എയർപോർട്ട്, അതായത് നാട്ടിൽ നിന്നൊക്കെ ടൊറൻറ്റോയിലേക്ക് വരുന്ന ആൾക്കാർ ഈ ടൊറൻറ്റോ എയർപോർട്ടിലേക്കായിരിക്കുമല്ലോ വരുന്നത്. ടൊറൻറ്റോ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളൊരു, അതാണ് എയർപോർട്ടിൻ്റെ പേര്. ഈ എയർപോർട്ടിൻ്റെ പേര് ടൊറൻറ്റോ എന്നാണെങ്കിലും ഇത് മിസിസാഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ഇരിക്കുന്നത്, വലിയ ടൊറൻറ്റോ എയർപോർട്ട്. അപ്പോൾ ഈ എയർപോർട്ടിൽ പോകേണ്ടവരെല്ലാം ഈ 427 കയറിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 427-ൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അത് 427-ൻ്റെ ജസ്റ്റ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഈ പല ഹൈവേകളിൽ നിന്ന് വന്ന് എയർപോർട്ടിലേക്ക് പോകാനുള്ള മെർജിങ് ഉണ്ടല്ലോ, ആ മെർജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെർജിങ് ഉണ്ടല്ലോ,
ആ രീതിയിലായിരിക്കും. കാരണം എത്രയും നേരത്തെ ഇതുപോലെ മെർജ് ചെയ്യണം എന്നുള്ള വാണിങ്ങുകളുണ്ടെങ്കിൽ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ വന്ന് അവസാന നിമിഷം നമ്മുടെ പയ്യെ പോകുന്ന വണ്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹെവി ലോഡ് ഓടിക്കുന്ന നമ്മുടെ ട്രക്കുകൾക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ടായിരിക്കുമല്ലോ. നമ്മളെപ്പോഴും ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യുമല്ലോ. കാരണം നമുക്ക് ചവിട്ടി കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് വേണ്ടേ. നമ്മളെപ്പോഴും ഈ ഒരു ഗ്യാപ്പ് ഇട്ടേക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന കാറുകൾ ഇങ്ങനെ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു എക്സ്ട്രീം ബാഡ് ഹാബിറ്റാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കുകൾ ചവിട്ടിയാൽ നിൽക്കുകയല്ല, 100% നിൽക്കുകയല്ല. നമ്മളെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാതെ പോയി ഇടിച്ച് കുത്തി കയറും. അത് ഒരു ട്രക്ക് പോയി ഇടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ടൊരു 4 കാറുകളെ നമുക്ക് പപ്പടമാക്കി ഇടിച്ച് കയറി പോവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെയാണ്, നമുക്കിപ്പോൾ നാച്ചുറലി ഡാഷ് ക്യാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പ്രൂവ് ചെയ്യുകയും ചെയ്യാം ട്രക്കിനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ട്രക്കിന് ആവശ്യമായിട്ടുള്ള സ്പേസ് എപ്പോഴും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ കഴിഞ്ഞു പോയ ആരോ ഉണ്ടോ, ആ ആരോ അവിടെ കൺസ്ട്രക്ഷനാണ്, ലൈൻ ക്ലോഷറാണ്, അടുത്തതിലേക്ക് മെർജ് ചെയ്യുന്നുള്ളതിൻ്റെ ഇതാണ്. ഏകദേശം 100 മീറ്റർ അല്ല 300 മീറ്റർ മുമ്പ് പോലെ ഇങ്ങനത്തെ വാർണിങ്സ് ഉണ്ടാവും, ലൈൻ ക്ലോഷേഴ്സ് ഉണ്ട്, മെർജിങ് ഉണ്ട് എന്നൊക്കെ. പക്ഷെ അതിനൊക്കെ ഇഗ്നോർ ചെയ്ത് ഓൾറെഡി ലൈനിൻ്റെ പൊസിഷൻ എടുക്കാതെ ഇന്ന് വന്ന് നമ്മുടെ ട്രക്കുകളുടെ മുമ്പിൽ കുത്തി കയറ്റാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് ഈ 427 മെർജിങ്ങിലായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. ബൈ ദ വേ, നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 എണ്ണം, 5 ലൈൻ എക്സ്പ്രസ്സിലും 1, 2, 3, 4, 5 ലൈൻ അപ്പുറേ ഉണ്ട്. അപ്പം 5 5 10 ലൈനാണ് ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അത്രയും വലുതാണ് 401-ൻ്റെ ഈ ഒരു ഏരിയ. 10 ലൈൻ എക്സ്പ്രസ് അല്ല 5 ലൈൻ എക്സ്പ്രസ്, 5 ലൈൻ കളക്ടേഴ്സ് ഒരു സൈഡിൽ, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും. ബൈ ദ വേ, നമ്മുടെ ഇടതുവശത്താണ് ടൊറൻറ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഡബിൾ ഡെക്കർ ബസ് കണ്ടോ, ഇത് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ബസ്സാട്ടോ. ഗോ ബസ് എന്നാണ് അറിയപ്പെടുന്നത്. GTA ഏരിയയിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവർക്ക് ഈ ഡബിൾ ഡെക്കർ മാത്രമല്ല, സിംഗിളായിട്ടുള്ള മറ്റേ ലോങ് ഡിസ്റ്റൻസ് കോച്ചും ഉണ്ട്. ഗോ ബസ്. ഇതിൻ്റെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ കണ്ടെയ്നറിൻ്റെ ഏരിയ ഉണ്ടോ, അത് അമർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കണ്ടെയ്നർ യാർഡാണ് കേട്ടോ. നമ്മുടെ മോൺട്രിയലിൽ നിന്ന് ഹാലിഫാക്സിൽ നിന്നും ഒക്കെ ഉള്ള കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്ന് ഈ ഒരു ഏരിയയിലാണ് അവർ, അതിൻ്റെ കണ്ടെയ്നർ യാർഡ്. നമ്മളിപ്പോൾ എയർ ഹോൺ അടിച്ച് നിങ്ങൾ കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുത്തൻ നമ്മളെ കട്ട് ഓഫ് ചെയ്ത് കയറാൻ നോക്കി. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നമ്മളെ എയർ ഹോൺ ഉപയോഗിക്കുന്നത്. കാരണം അവനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ കുഞ്ഞ് പി അടിച്ചു കഴിഞ്ഞാൽ അവന് ഒരു താരാട്ട് പോലെ തോന്നുള്ളൂ, പീന്ന് അങ്ങനെ പോന്ന് നമുക്ക് പിടിച്ച് വലിക്കാനും നമുക്ക് എളുപ്പത്തിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ സാധനം ഇങ്ങനെ തൂക്കിയിട്ട്. റോഡ് റേജാ സംഭവം കേട്ടോ. ഒരു ടെസ്ലക്കാരനും ബെൻസുകാരനും കൂടെ എന്തായാലും സംഭവിക്കുമെന്ന് നോക്കാം. കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്നാന്നറിയോ, ഇവനിതുപോലെ കള്ളക്കൂത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഈ ബെൻസുകാരനെ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കിയതാ. ടെസ്ലക്കാരെ സ്പേസ് കൊടുത്തില്ല, ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ചാടി കയറ്റി കൂത്താൻ നോക്കിയപ്പോഴത്തേക്കും ടെസ്ലക്കാരൻ കയറ്റി അങ്ങ് വെച്ചു. അപ്പൊ ഇവരെന്നാ പുറകിൽ നിന്ന് അവൻ ഇപ്പുറം ചാടി അങ്ങ് കുത്തി കയറി ചെല്ലുക. ഈ മണ്ടൻ നേരം നിർത്തി കൊടുത്ത് കയറാൻ പറഞ്ഞോണ്ട്, എടാ പോള. അങ്ങനെ കുറെ അവന്മാര് അതിൻ്റെ ഇടയിൽ കൂടെ അവന് മറ്റേ ഹൈ BP എല്ലാം കയറി കാണും. ഇപ്പൊ ചെന്ന് ടെസ്ലയുടെ മുമ്പിൽ കയറ്റാൻ വേണ്ടിയിട്ടാവും പോണേ. കാരണം ടെസ്ലക്കാരനെ സർപ്രൈസ് ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ടെസ്ലക്കാരനെ ഇത് പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെയാണ് റോഡ് റേജ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ വെയിറ്റ് ചെയ്ത് എന്നാന്ന് വെച്ചാൽ ടെസ്ലക്കാരൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവനവിടെ കിടക്കുക, എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച് കാണുമല്ലോ. അത് ടെസ്ലക്കാരൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊണ്ടുവന്ന് അവനെ ഓട്ടത്തിൽ കുത്തി കയറ്റാൻ വേണ്ടിയിട്ട് അതിനവൻ വന്നത്. പക്ഷെ അതിൻ്റെ പ്രശ്നത്തിന് റെഡ് ലൈറ്റ് ആയിപ്പോയി, അതാണ് പണിപാളി. അപ്പം ഇമാതിരി പ്രാന്തന്മാരെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. കുറേയൊക്കെ രസമാണ്, കുറേയൊക്കെ നമുക്ക് BP കയറും. ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീലിംഗ് കിട്ടുമോ.
ശരിക്കും ഒരു റിയൽ ലൈഫ് നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന ആ ഒരു പ്രതീതിയാണ്. ഇതിപ്പം ടെസ്ലക്കാരനായതുകൊണ്ട് അവർ തമ്മിലായി. ചില സമയത്ത് നമ്മളോട് ഇന്ന് ഇതുണ്ടാവും. കഴിഞ്ഞ ദിവസം വായി കേട്ടായിരുന്നു, ഒരു വൈകിട്ട് ഞാൻ ഒരുത്തനെ ഹോൺ അടിച്ച് കൊന്നായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം വൈകുന്നേരം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 105 നമുക്ക് കട്ട് ഓഫ് അല്ലേ ബ്രോ? അത് തീർന്നു അവിടെ. കാരണം അവൻ ലെഫ്റ്റാണ്, അതവിടെ എന്തായാലും തീർന്നു. നമ്മൾ 105 കട്ട് ഓഫ് ആയതുകൊണ്ട് വേറെ ഒരുത്തൻ 104 അപ്പം നമുക്കൊരു ഇച്ചിരി സമയം എടുക്കുമല്ലോ കയറി പോകാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കുറേ നേരം അവൻ്റെ പുറകെ നിന്നെങ്കിലും ഇവനിങ്ങനെ പിന്നെ താന്നു പോകും. അപ്പം ഞാൻ കയറി പോകാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്കൊരു കുറച്ച് നേരം എടുത്തു. അപ്പോൾ പുറകെ കുറച്ച് വണ്ടികളുടെ ലൈനപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തരം അങ്ങ് കിടന്ന് വെപ്രാളം, നമ്മളപ്പുറം ഇപ്പുറം ഷോൾഡറിലേക്കൊക്കെ പോയി കയറി പോകണം എന്നുള്ള രീതി കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ പറ്റും, നമുക്ക് കയറി കഴിഞ്ഞാലല്ലേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൊമേഴ്ഷ്യൽ വണ്ടികളുടെ സ്പീഡ് കൂട്ടിയിട്ടേക്കണേ നമ്മളെന്നാണ് എന്ന സാഹചര്യം എനിക്കറിയായിരുന്നു. നമ്മൾ കയറി കഴിഞ്ഞ് നമ്മളങ്ങ് മെർജ് ചെയ്തപ്പോൾ ഇവനായതുകൊണ്ട് ഭയങ്കര ഇമ്പേഷ്യൻ്റ് ആയിട്ട് ഒരുത്തൻ. അപ്പം എനിക്കറിയായിരുന്നു അവൻ കയറി വന്നിട്ട് നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് കട്ട് ഓഫ് ചെയ്യുന്നേ. ഞാൻ എയർഫോൺ കരുതിയിരുന്നു. വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പം നമ്മളപ്പുറത്തേക്ക് മെർജ് ചെയ്ത വഴി ഇവന് ഇങ്ങനെയൊക്കെ വന്ന് നമ്മളെ മുമ്പിൽ കട്ട് ഓഫ് ചെയ്യാൻ ഇവിടെ ഒരു ലെക്സസ്കാരനായിരുന്നു. ഞാൻ ഓണെ പിടിച്ച് പോന്ന് പറഞ്ഞ് അടിച്ച് വിട്ടുപോയില്ല. കാരണം അവന്റെ വിചാരം അവൻ നമ്മളെ കട്ട് ഓഫ് ചെയ്ത് നമ്മളെ പേടിപ്പിക്കുന്നല്ലേ. നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഇവൻ അറിയുന്നില്ലല്ലോ. കാരണം നമ്മൾ എത്ര കാണണ. ഇവനിങ്ങ് വന്നാ നമ്മുടെ ക്ലോസിങ് കൊണ്ടൊന്ന് മെർജ് ചെയ്യാൻ വെക്കുമോ, ഞാൻ പോന്ന് പറഞ്ഞ് അടിച്ചു. ഇവൻ പെട്ടെന്ന് വെട്ടിപ്പോയി. ഇവൻ പ്രതീക്ഷിച്ചില്ല നമ്മളവനെ കൊണ്ട് ഇടിക്കാൻ പോകുന്നതാണ് ഓർത്ത്. അവന്റെ വണ്ടിക്കകത്ത് അവന്റെ ഫാമിലി നിറയുണ്ട്, ആലോചിക്കണം. അതും വെച്ചോണ്ടാ ഇവൻ നമ്മുടെ ട്രക്കിനെ കട്ട് ഓഫ് ചെയ്യാൻ വരുന്നത്. പോന്ന് പറഞ്ഞ് അടിച്ചപ്പോഴത്തേക്ക് അവൻ ആകെ അങ്ങ് വെട്ടിപ്പോയി. അവന്റെ ഫാമിലിയുടെ മുമ്പിൽ അവനും നാണക്കേടായി കാണും. കാരണം അവൻ ഇങ്ങോട്ട് പണി തരാൻ വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പണി കൊടുത്തില്ലേ. എന്നിട്ട് പിന്നെ അത് കുറച്ച് രസമായിരുന്നു. എന്നിട്ട് പിന്നെ അവൻ പോണ വഴിക്ക് മറ്റേ മിഡിൽ ഫിംഗർ ഒക്കെ പൊക്കി കാണിച്ചോണ്ടങ്ങ് പോയി. മിഡിൽ ഫിംഗർ പൊക്കിയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും 3 അടിച്ച് പോന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ആകെ അങ്ങനെ ഒരു സെറ്റപ്പും കൂടെ ഉണ്ടായി. പക്ഷെ അതേസമയം നമുക്ക് അവൻ അങ്ങനെ കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോടും മിഡിൽ ഫിംഗർ ചെയ്യാൻ കാണിക്കുന്നതിനോടും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നിരിക്കട്ടെ. ആ സമയത്ത് നാച്ചുറലി നമുക്കൊരു വിഷമായിരിക്കും അല്ല. ഒരു മഴ വന്നുണ്ടല്ലേ ഭായ്. ദൈവാനുഗ്രഹിച്ച് ഇപ്പൊ ചെളിയില്ല. ഇപ്പൊ അൺഹൂക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെളിയില്ലാതെ നമുക്ക് പോവാം. വിചാരിച്ചത് മഴയായിരിക്കുന്നായിരുന്നു. അങ്ങനെയല്ലായിരുന്നു ഫോർകാസ്റ്റ്. അപ്പം നമ്മുടെ ലൂയിസിയാന ട്രിപ്പ് വേണ്ട ഇവിടെ തീരുകയാണ്. നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് കാണാത്തവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ സ്വന്തം ചാനൽ എന്നുള്ള രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്ലോറിഡേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുന്നതായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ബ്രേക്ക് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഈ ട്രെയിലറിൽ നിന്ന് മാറ്റി അടുത്ത ഹുക്ക് ചെയ്ത് നമ്മൾ നേരെ ഹുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലോറിഡ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒത്തിരി നന്ദി. ബൈ ബൈ ബൈ.